ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഗുഡ് മോർണിംഗ് രഘു. രഘു ഇവിടെ ഉണ്ടെന്നും മാഷ് ഇവിടെ ഇല്ലെന്നും ഉറപ്പിച്ചിട്ടാ ഞാൻ വന്നത്. അമ്മാവന്റെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നൊക്കെ നീ ഊറ്റിയല്ലോ. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ല രഘു, മാഷ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതാവുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. വെറുതെ നമ്മൾ കാരണം ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്നേ. നീ അത്രയ്ക്ക് ഇങ്ങോട്ട് വിശാല മനസ്കനായിരുന്നെങ്കിലേ ഇപ്പൊ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. ഒരു കാരണവുമില്ലാതെ നീ ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതും അച്ഛനെ ഉപദ്രവിക്കുന്നതും ഒരുപോലെയാ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഒരു കാരണവുമില്ലാന്ന് പറഞ്ഞ വാക്ക് കട്ട് ചെയ്യണം. എന്റെ സ്വർണം നിങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് ഈ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോന്ന്? എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല രഘു. ചോദ്യം നിന്റെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ ഉത്തരം തരുന്ന കൈ ഉണ്ടായിരിക്കും. കൈ വെക്കുമ്പോ സൂക്ഷിക്കണം രഘു. ആക്സിഡന്റിൽ ഡാമേജ് ആയതൊക്കെ നേരെയായി വരുന്നതേ ഉള്ളൂ. പിന്നെ മർമ്മത്തിൽ തൊട്ടാ അപ്പൊ എന്റെ കാറ്റ് പോകും. നീ വെറുതെ പോയി കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ പോയാലേ എന്റെ കുടുംബം മനസ്സിലാത്തോടെ ജീവിക്കും. ഇതൊന്നും അല്ല ഇതിന്റെ പരിഹാരം. ഇയാൾ ഒരു സ്ഥിര ശല്യക്കാരനാണെന്ന് കാണിച്ച് രഘുട്ട പോലീസിൽ ഒരു പരാതി കൊടുക്കും. വേണമെങ്കിൽ ഞങ്ങളും വരാം. വീട്ടിൽ കയറി വന്ന് ശല്യം ചെയ്യാതെ ഞങ്ങളും പോലീസിനോട് പരാതി പറയാം. അതൊരു നേരായ മാർഗമായിരിക്കും. പക്ഷേ പോലീസ് ഇടപെട്ടാ കളി മാറും. അതുകൊണ്ടാ നീ അതിന് മുതിരാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ ആരും ഉപദ്രവിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ തേടി വന്നതുമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണം വല്ലാത്തൊരു കാന്തിക ശക്തിയോടെ എന്നെ വീണ്ടും വീണ്ടും രഘുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിലൊരു പങ്ക് എനിക്ക് തരാതെ നിനക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല രഘു. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കെണി വെച്ചങ്ങ് കൊല്ലണം. തെളിവ് ബാക്കി വെക്കാതെ കൊല്ലാൻ നീ പഠിച്ചിട്ടുണ്ടോ രഘു? ഉണ്ടോ? അതെ, രഘുവേട്ടന്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ സ്വസ്ഥത തകർക്കുന്നതിന് ദൈവം നിന്നെ ശിക്ഷിക്കും. ഞങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും മതി നീ എരിഞ്ഞടങ്ങാൻ. ദൈവം ഇത്ര കാഴ്ചയില്ലാത്തവനാണോ പെങ്ങളെ? അവനെല്ലാം കാണുന്നവനാ. ചിലരെ ദൈവം കയ്യോട് ശിക്ഷിക്കില്ല, കാത്തുവെക്കും. ചിലപ്പോ ഒരാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അയാളുടെ അടുത്ത തലമുറയായിരിക്കും അനുഭവിക്കുക. ദൈവത്തിന്റെ കളി അങ്ങനെയൊക്കെ ആയിരിക്കും. പാപം ചെയ്തവരൊന്നും അങ്ങേര് വെറുതെ വിടില്ല. ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഞാൻ ഇപ്പൊ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കുടുംബത്തെ വെറുതെ വിടുവായിരിക്കും. മനുഷ്യന്റെ സമയം കളയാനായിട്ട് എനിക്കും സമയം കളയാനില്ല രഘു. ഇനിയുള്ള സമയം എനിക്കും വിലപ്പെട്ടതാ. അതുകൊണ്ട് വീണ്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടാ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനെങ്കിലും നീ തയ്യാറായേ പറ്റൂ. എന്റെ 1 കിലോ സ്വർണം നിന്റെ കയ്യിലുള്ളത് അത് ഞാൻ വിട്ടു. പൂർണ്ണ മനസ്സോടെ ഞാനത് നിനക്ക് തന്നു കൂട്ടിക്കോ. പകരം വെറും 10 ലക്ഷം രൂപ നീ എനിക്ക് തരണം രഘു. അതും നാളെ തന്നെ എനിക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. എന്റെ നമ്പറും അഡ്രസ്സും ഒക്കെ ദാ ഇതിലുണ്ട്. ഇനി ഞാൻ നിന്നെ വിളിക്കുകയോ വന്ന് കാണുകയോ ചെയ്യില്ല രഘു. 24 മണിക്കൂറിനകം നീ എന്നെ ബന്ധപ്പെട്ടിരിക്കണം രഘു. ഇല്ലെങ്കിൽ നീ നിന്റെ ജീവിതം കൊണ്ട് മറുപടി പറയേണ്ടി വരും. ശരി, പറഞ്ഞോളാം. ഓർത്തോ? അയ്യോ